ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സാൻവി ജേർണി. എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പച്ച കുരുമുളക് ചതച്ചിട്ട പെപ്പർ ബീഫും മരച്ചീനിയുമാണ്. അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കിലോ ബീഫാണ്. മരച്ചീനി വയ്ക്കുന്നത് കാണിക്കുന്നില്ല, ബീഫ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമുക്ക് ബീഫ് നന്നായി രക്തമയമില്ലാതെ കഴുകിയെടുക്കാം. നന്നായി കഴുകുക. ഒരു 5-6 വെള്ളം നന്നായി കഴുകി ഇങ്ങനെ തോരാൻ വയ്ക്കണം. തോരുന്ന പാത്രം കാണുമല്ലോ നമുക്ക്, ചിപ്പിലി പോലത്തെ, അതിലിങ്ങനെ കുറച്ച് തോരാൻ വയ്ക്കണം. ശകലം പോലും ജലാംശം ഇല്ലാതെ തോരാൻ വയ്ക്കണം. അത് കഴിഞ്ഞിട്ടുള്ള നമ്മളെ ഹൈലൈറ്റാണ് കുരുമുളക്. നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള പച്ച കുരുമുളക് പറിക്കൊണ്ട് വരാം. നമുക്ക് 5-6 മൂടുണ്ട് കേട്ടോ. എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ കുറ്റി കുരുമുളക് നട്ടിരുന്നാൽ ഇങ്ങനെ പെപ്പർ ബീഫ് വയ്ക്കാൻ നേരത്ത് നമുക്ക് ഉപകാരപ്പെടും. ഉണ്ടാ, ഇത്രയും ഞാൻ എടുത്തു. ഒരു 100 ഗ്രാം ഇഞ്ചി, മല്ലിയില, വെളുത്തുള്ളി ഒരുണ്ട, ഒരു 6-7 പച്ചമുളക്, തേങ്ങ നുറുക്കിയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം ചതച്ചെടുക്കാം. കുരുമുളക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില. ഇനി നമുക്കിതിനെ നന്നായി പുരട്ടി വയ്ക്കാം. അതിനാവശ്യമായത് ഒരു 4 സ്പൂൺ മുളക് പൊടി, ഒരു 2.5 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. അതിനുശേഷം നമ്മൾ പച്ച കുരുമുളക്, ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ച കുരുമുളക്, പിന്നെ ആദ്യം ഇട്ടത് പച്ചമുളക് നുറുക്കിയത്, രണ്ടാമത് പച്ച കുരുമുളക്, മൂന്നാമത് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്. അതിനുശേഷം ഇതിനാവശ്യമായ മസാല ഉണ്ടല്ലോ, മസാലപ്പൊടി, ഒരു 2 ടീസ്പൂൺ മസാലപ്പൊടി. നമുക്കിതിൽ ഇത്രയും മതി. ഇനി നമുക്ക് എല്ലാം അടുത്ത ഗ്രേവി ഉണ്ടാക്കുന്നതിൽ ഇടണം. ഇതിനെ നന്നായി നമുക്ക് യോജിപ്പിക്കണം. എത്ര നന്നായി യോജിപ്പിക്കുമോ അത്രയും അതിൽ നന്നായിട്ട് ചേർന്ന് പിടിക്കും. ഒരു 1/2 മണിക്കൂർ നമുക്കിതിനെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മരിച്ചിനി വയ്ക്കാം. മരിച്ചിനി വയ്ക്കുന്ന കാണിക്കുന്നില്ല, മരിച്ചിനി വെച്ചിട്ട് വരാം. നന്നായി യോജിപ്പിക്കണം കേട്ടോ. നമ്മളെ മരച്ചീനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കുക്കർ എടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് അടി പിടിക്കാതെയൊക്കെ ഇരിക്കാനാണ്. അങ്ങനെ പിടിക്കില്ല, എന്നാലും ഞാൻ അതിനൊരു ഇതായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് ഈ പച്ച കൂട്ട് മസാല ഉണ്ടല്ലോ, ഗ്രാമ്പു, പട്ട, പെരുംജീരകം, അങ്ങനെയുള്ള കിസ്മിസ്, അങ്ങനത്തെയുള്ള സാധനങ്ങൾ കുറച്ചിടണം. ഒരു പ്രത്യേക മണമായിരിക്കും അത് ഇടുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന ബീഫ് എടുത്ത് വെച്ച് കൊടുക്കാം. ബീഫ് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യമൊക്കെ നമ്മൾ ഈ സംസാരിച്ചൊക്കെ വരുന്നതല്ലേ ഉള്ളൂ, മിസ്റ്റേക്കുകളൊക്കെ പറ്റും കേട്ടോ. നിങ്ങൾ ക്ഷമിച്ചോളണം. സമയം കഴിയുന്തോറും നന്നായി വരും. ഇനി നമുക്ക് ഇതിൽ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലൊരു പ്രധാന സാധനം നമ്മൾ ഇട്ടിട്ടില്ല. എല്ലാം കൂടെ എൻ്റെ കൈ നീറുമായിട്ടാണ് അപ്പോഴിടാത്തത്. ഇനി നമുക്കിതിൽ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് നന്നായി അരച്ചതച്ച് വെച്ചിരിക്കുന്നത് ഇതിലിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. എല്ലാത്തിൻ്റെയും പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്കിതിന് കൂട്ടുണ്ടാക്കുന്ന സവാളയിലൂടെ ഇടാൻ അതിൻ്റെ ഒട്ട് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും, നമ്മളെ കുരുമുളകാണെങ്കിലും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണെങ്കിലും പച്ചമുളകാണെങ്കിലും എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. അതിനും ഇതേ എല്ലാ കൂട്ടുകളും ഇതിലെന്തിട്ടോ അതെല്ലാം
അതിനും വേണം. രണ്ടും പ്രത്യേകം ആക്കിയതിന് ശേഷം യോജിപ്പിച്ചിട്ട് ഒരു 1/4 മണിക്കൂർ അരമണിക്കൂർ നമ്മൾ വച്ചിരിക്കുമെന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് 4 സവാള, ഇച്ചിരി അത്യാവശ്യം വലിയൊരു 4 സവാള നന്നായി ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പ് ചെയ്തെടുത്താൽ അത് പെട്ടെന്ന് നല്ല സോഫ്റ്റായിട്ട് വശങ്ങി കിട്ടുള്ളൂ, നല്ല വഴറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ചോപ്പ് ചെയ്യുന്നത്. ചോപ്പർ നല്ല സാധനമാണ് കേട്ടോ. ഇതൊരു 2 വർഷമായി വാങ്ങിച്ചിട്ട്, ഇതുവരെ ഒരു കുഴപ്പവും പറ്റിയില്ല. 4 സവാള, 2 ടൊമാറ്റോ, ഒരു 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. നിങ്ങളെല്ലാം ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളത് ചെയ്യണത് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് വന്ന് കമൻ്റ് ഇടണം കേട്ടോ. കൂട്ടിനുള്ളതെല്ലാം തയ്യാറായി. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച്, കുക്കർ അവിടെ ഇരുന്ന് വിളിക്കുന്നുണ്ട്, ചീനച്ചട്ടിയിൽ വെച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഒരു 5 വറ്റൽമുളക്, കറിവേപ്പില, കടുക്, അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക്, ഇനി അടുത്ത് നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളാണ്. നമ്മളെ കുരുമുളക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്, പച്ചക്കുരുമുളകാണ് കേട്ടോ, എല്ലാം അത്രയും പച്ചക്കുരുമുളക്. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് നന്നായി വഴറ്റാം. പിന്നെ തേങ്ങാക്കൊത്ത് നിങ്ങൾ വിചാരിക്കും ഇതുവരെ ഇട്ടില്ലല്ലോ എന്ന്, പക്ഷെ ഞാൻ തേങ്ങാക്കൊത്ത് ഈ സവാളയുടെ പുറത്താണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ പാല് ഇറങ്ങും. മറ്റേത് നല്ല ഈ മുരുമുരാന്ന് വരണ്ടല്ലേ വരുള്ളൂ. ഇതങ്ങനെയല്ല, ഈ പാൽ ഇതിൽ കിടന്ന് ഈ തേങ്ങയും ഉള്ളിയും കൂടെ വേവും. അത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണേ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ചില സാധനങ്ങൾക്ക് നമ്മൾ ആദ്യം തേങ്ങ കൂടെ ഇട്ട് കടുകിലിട്ട് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കും. ചിലതിന് ഈ ബീഫ് പോലെയുള്ള തേങ്ങാപ്പാൽ ഇവിടെ പിടിച്ചാൽ കൊള്ളാമെന്നുള്ള സാധനങ്ങൾക്ക് ഇങ്ങനെ തേങ്ങാക്കൊത്ത് അതിൻ്റെ പുറത്തിട്ട് കൊടുക്കും. നന്നായിട്ട് വശയ്ക്ക് കുറച്ച് നേരം അടച്ചു വയ്ക്കുമ്പോൾ ഇതൊന്ന് നല്ല സോഫ്റ്റായിട്ട് വാടും. തേങ്ങാക്കൊത്ത് നിങ്ങൾ കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ് ചെയ്ത് കാണണേ. കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ. തുടക്കക്കാരിയുടെ എല്ലാ അപകടങ്ങളും ഉണ്ടാവും, അതെനിക്കറിയാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൽ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള എന്ന് പറഞ്ഞു, ഏതാണ് ഞാൻ പിന്നെ ഒന്നുകൂടെ റെഡിയാക്കുന്നത്. ഇത് കുറച്ച് നേരം ഇനിയും അടച്ചു വെച്ച് ആവി ഏറ്റുമ്പോഴത്തേക്കും അത് നല്ല നല്ല സോഫ്റ്റായിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് ഇതിനാവശ്യമായ കൂട്ടുകൾ ഇട്ട് കൊടുക്കണം. ഇതിന് വേണ്ടുന്ന ആവശ്യമായ ചേരുവകൾ നമ്മൾ ഇതിലും ഇട്ട് കൊടുക്കണം. എത്രയാണോ എല്ലാ ഈ സാധനത്തിന് ക്വാണ്ടിറ്റിക്ക് ആവശ്യമായ സാധനങ്ങൾ.
മസാലപ്പൊടി ഒരു രണ്ട് സ്പൂണില്ല 1.5 സ്പൂൺ മസാലപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല പച്ചപ്പ് മണം പോകുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പച്ച മണം വരാൻ പാടില്ല. ഇനിയാണ് നമ്മൾ ബീഫ് ഇതിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ച്, ബീഫ് വെന്ത് നല്ല പാകമായിട്ടിരിപ്പുണ്ട് കേട്ടോ. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ച് ചെറിയ തീയിൽ അടച്ച് കുറച്ച് നേരം ഇട്ട് അപ്പോഴപ്പോഴായിട്ട് എടുത്ത് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ സാധനങ്ങൾ പരസ്പരം നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം ഉള്ളിയും എല്ലാം വെന്ത് പാകമായി, നമ്മൾ ബീഫും നല്ല പാകമായി. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തിളച്ച വെള്ളമേ ഒഴിക്കാവൂ. ഈ ബീഫിലൊഴിക്കുന്ന വെള്ളമായിരിക്കണം, ഈ വെള്ളമായിരിക്കണം ഇതിന് നമ്മൾ ആകെ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറയുന്നത്. അല്ലാതെ പച്ചവെള്ളം ഒഴിക്കരുത്, വേറെ ഒന്നിലും വെള്ളം ഒഴിക്കരുത്. അപ്പം ചീത്തയാകത്തുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളെ ബീഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. എൻ്റെ മൊബൈൽ തലകുത്തനായിപ്പോയി കണ്ടോ, നല്ല ഗ്രേവി ആയിട്ട് അത് രണ്ടും കൂടെ ചേർന്ന് നല്ല രീതിയിലാവും. പിന്നെ എനിക്ക് പറയും പോലെ നമ്മൾ തുടക്കക്കാരി എന്നുള്ള നിലയ്ക്ക് വീഡിയോസിനൊക്കെ ഇച്ചിരി അപാകതകളൊക്കെ ഉണ്ടാവും കേട്ടോ. ക്വാണ്ടിറ്റിയൊക്കെ ഞാൻ വല്ലാതെ പറഞ്ഞു പോകണം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്വാണ്ടിറ്റി ആയിരിക്കില്ല എൻ്റെ ക്വാണ്ടിറ്റി, മനസ്സിലായി? അതുകൊണ്ടാണ്. എന്നാലും ഞാൻ പറയുന്ന രീതിയിൽ വെക്കാനുള്ളവർ അങ്ങനെ ചെയ്യണം കേട്ടോ. ഇത് നമ്മളെ ബീഫ് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. മരിച്ചിനിയും ബീഫും. മരിച്ചിനിയുടെ വീഡിയോ ഒന്നും എൻ്റെ ഇടയിൽ കൂടെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്നാലും മരിച്ചിനി വയ്ക്കണ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇനി നമുക്ക് ഇതിന് ചേട്ടന് കുറച്ച് ബീഫ് മരിച്ചിനി കട്ട. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം പ്ലീസ്. എല്ലാവരും സബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.